കുറെ കാലം കാത്തിരുന്നിട്ടും മക്കൾ ജനിക്കാതിരിക്കുമ്പം ഭാര്യ ഭർത്താക്കന്മാർ അന്വേഷിക്കുന്ന ചികിത്സാ രീതികളിൽ ഒന്നാണ് IVF, കൃത്രിമ ഗർഭധാരണ രീതി. ഇതിന്റെ 2 രീതികളുണ്ട്. ഒന്ന്, ഫെർട്ടിലൈസേഷൻ, സങ്കലനം പുറത്ത് നടത്തി ഏതാനും സമയത്തിന് ശേഷം ഭാര്യയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്ന രീതി, ഇൻവിട്രോ. 2, ഭാര്യയുടെ ശാരീരിക പ്രക്രിയകളും അണ്ടോൽപാദന രീതികളും മനസ്സിലാക്കി സങ്കലന സാധ്യത വർദ്ധിക്കുന്ന രീതിയിൽ ഭർത്താവിന്റെ ബീജം കൃത്രിമമായ മാർഗങ്ങളിലൂടെ ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് എത്തിക്കുന്ന രീതി, ഇൻ വൈവോ. ഇസ്തിദ്ഹാൽ എന്ന് അറബിയിൽ പറയുന്ന ഈ പ്രക്രിയയിൽ മക്കൾ ഹലാലാകാൻ ഇമാമുകൾ പറഞ്ഞിരിക്കുന്ന നിബന്ധന, നിക്ഷേപിക്കുന്ന സമയത്ത് ഇവരെന്തായാലും ഭാര്യ ഭർത്താക്കന്മാരായിരിക്കണം, ബീജോൽപാദനത്തിന്റെ സമയത്തും ഇവർ ദമ്പതികളായിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഭാര്യ ഭർത്താവ് എന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണം വഴികേടിന്റെ 2 ലോകങ്ങൾ ഇതിനോട് ചേർന്നുണ്ട്. ഒന്ന്, അന്യപുരുഷന്മാരുടെ ബീജം സ്വീകരിക്കുന്ന സ്പേം ബാങ്ക്, സ്പേം ഡൊണേഷൻ ഒക്കെ. രണ്ടാമത്തേത്, ഇത് നിക്ഷേപിക്കാൻ വേണ്ടി വാടക മാതാവിനെ അന്വേഷിക്കുന്ന, സറഗേറ്റീവ് മദറിനെ അന്വേഷിക്കുന്ന രീതി. പിതൃത്വത്തെയും മാതൃത്വത്തെയും പവിത്രമായി കണക്കാക്കുന്ന ഒരു മുസ്ലിമിന് സങ്കല്പിക്കാൻ പോലും പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഹലാലായ വഴികളിലൂടെ ഭാര്യ ഭർത്താക്കന്മാർക്ക് IVFന്റെ രീതികൾ സ്വീകരിക്കാം. അതിന് ധാർമ്മിക മൂല്യങ്ങൾ പാലിക്കുന്ന വിശ്വസ്തരായ സ്ഥാപനങ്ങളെയും ഡോക്ടർമാരെയും സമീപിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.